ഭൂമിക്കടിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ഭീതി സൃഷ്ടിക്കാറുണ്ട്. എന്തുവിധം പ്രകമ്പനങ്ങൾ ഉണ്ടായാലും അവയെല്ലാം തന്നെ ഭൂകമ്പമായാണ് കണക്കാക്കുന്നത്. എന്നാൽ ചില ഭൂകമ്പങ്ങൾ യഥാർത്ഥത്തിൽ രഹസ്യമായി നടത്തുന്ന ഭൂഗർഭ ആണവ പരീക്ഷണങ്ങളാകാം. 2024 ഒക്ടോബർ 5 ഇറാനിൽ ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അന്നുണ്ടായ ഭൂചലനത്തെ സംശയത്തോടെയാണ് ലോകം നോക്കിയത്. ഈ ഭൂചലനത്തിന് കാരണം ഇറാന്റെ ആണവ പരീക്ഷണമാണോ എന്ന സംശയമായിരുന്നു ഉയർന്നത്. ഭൂകമ്പം നടന്ന സമയം, സ്ഥലം എന്നിവ ഇറാൻ സ്വന്തമായി ആണവായുധം നിർമ്മാണം ആരംഭിച്ചു എന്ന ചോദ്യമുയർത്താൻ കാരണമായി. എന്നാൽ ഇപ്പോൾ ഒരു പഠനം പുറത്തു വന്നിരിക്കുകയാണ്. ഈ സംശയത്തിന് പിന്നിലെ കാരണം വ്യക്തമാക്കുന്ന ഒരു പഠനം പരിശോധിക്കാൻ വിശദമായി. ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിലെ ഭൂകമ്പ ശാസ്ത്രജ്ഞർ അടുത്തിടെ നടത്തിയ ഒരു അവലോകനത്തിലാണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നത്. ജോഷോ കാർമൈക്കിലിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനം സീസ്മോളജിക്കൽ സൊസൈറ്റി ഓഫ് അമേരിക്കയുടെ ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പ്രകൃതിദത്ത ഭൂകമ്പങ്ങളും രഹസ്യാണവ സ്ഫോടനങ്ങളും തമ്മിൽ വേർതിരിച്ചറിയുന്നതിലെ വെല്ലുവിളികൾ പഠനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. ഭൂഗർഭ ആണവ പരീക്ഷണങ്ങൾക്ക് സ്വാഭാവിക ഭൂകമ്പങ്ങളുടേതിന് സമാനമായ ഭൂകമ്പ സിഗ്നലുകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്നതിനാൽ ഇവ തമ്മിൽ വേർതിരിച്ചറിയുന്നതിന് വെല്ലുവിളി ഉയർത്തുന്നു എന്നായിരുന്നു പഠനത്തിൽ പറഞ്ഞത്. എന്നാൽ കംപ്രഷൻ പി തരംഗങ്ങളുടെയും ഷിയർ എസ് തരംഗങ്ങളുടെയും അനുപാതം വിശകലനം ചെയ്യുന്നത് പോലുള്ള ഭൂകമ്പ നിരീക്ഷണ സാങ്കേതിക വിദ്യകളിൽ ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു. ഭൂകമ്പങ്ങളെ അപേക്ഷിച്ച് സ്ഫോടനങ്ങൾ സാധാരണയായി എസ് തരംഗങ്ങളെക്കാൾ കൂടുതൽ പി തരംഗങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിൽ നടത്തിയ പുതിയ വിശകലനത്തിൽ 97% വിജയനിരക്കിൽ 1.7 ടൺ ഭാരമുള്ള ഒരു സ്ഫോടനം തിരിച്ചറിയാൻ കഴിയുന്ന നൂതന സിഗ്നൽ ഡിറ്റക്ടർ സാങ്കേതിക വിദ്യയ്ക്ക് ആ സ്ഫോടനത്തിൽ നിന്നുള്ള ഭൂകമ്പ സിഗ്നലുകൾ 100 സെക്കൻഡിനുള്ളിൽ സംഭവിക്കുന്ന ഭൂകമ്പ തരംഗ രൂപങ്ങളിൽ മറഞ്ഞിരിക്കുമ്പോൾ 37% വിജയനിരക്ക് മാത്രമേ ഉണ്ടാകൂ എന്ന് കണ്ടെത്തി. സ്ഫോടനത്തിന്റെയും ഭൂകമ്പത്തിന്റെയും ഓവർലാപ്പിംഗ് തരംഗരൂപങ്ങൾ സ്ഫോടനം തിരിച്ചറിയാനുള്ള ഏറ്റവും സെൻസിറ്റീവ് ഡിജിറ്റൽ സിഗ്നൽ ഡിറ്റക്ടറുകളുടെ ശേഷിയെപ്പോലും കുറയ്ക്കുന്നുവെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഭൂകമ്പ സിഗ്നലുകൾക്ക് സ്ഫോടന സിഗ്നലുകളെ മറയ്ക്കാൻ കഴിയില്ലെന്ന് 2012 പുറത്തിറങ്ങിയ പഠനം പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് പുതിയ വിശകലനം. കഴിഞ്ഞ 20 വർഷത്തിനിടെ 6 ആണവ പരീക്ഷണങ്ങൾ നടന്ന ഉത്തര കൊറിയയിൽ പ്രാദേശിക ഭൂകമ്പ ഉപകരണങ്ങളുടെ വർധനവ് ചൂണ്ടിക്കാട്ടുന്നത് പരീക്ഷണ കേന്ദ്രങ്ങളുടെ പരിസരത്തായി കൂടുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണെന്നും ലോസ് അലാമോസിലെ ശാസ്ത്രജ്ഞർ വിലയിരുത്തി. സ്വാഭാവിക ഭൂകമ്പമെന്ന് തെറ്റിദ്ധരിപ്പിച്ച സ്ഫോടനങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത ലോകമെമ്പാടും ആണവ പരീക്ഷണങ്ങൾ നിരീക്ഷിക്കുന്നതിന് ചുമതലയുള്ള ശാസ്ത്രജ്ഞർക്ക് വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ചലനങ്ങൾ ഒരു പരീക്ഷണ സ്ഥലത്തെ ഭൂഗർഭ സ്ഫോടനത്തിൽ നിന്നുള്ള സിഗ്നലുകൾ കണ്ടെത്താനുള്ള സാധ്യതയെ അളക്കാവുന്ന തരത്തിലും കാര്യമായും കുറയ്ക്കാമെന്നും പുതിയ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്ഫോടനങ്ങളെ മറയ്ക്കാനുള്ള സാധ്യത കൃത്യമായി കണ്ടെത്താൻ പ്രയാസമാണ്, കാരണം വളരെ കുറച്ച് സ്ഫോടനങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. കൂടാതെ സ്ഫോടന സിഗ്നലുകളും സ്വാഭാവിക ഭൂകമ്പ സിഗ്നലുകളും ഒരുപോലെ രേഖപ്പെടുത്തുന്ന വളരെ കുറച്ച് ഡാറ്റാ സെറ്റുകൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നും അദ്ദേഹം പഠനത്തിൽ പറയുന്നു. ഏതായാലും ഈ പഠനം ഒരു വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ്.